ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു തള്ളൽ വീഡിയോ ആണെന്ന്. അതൊരു കുഞ്ഞു തള്ളൽ വീഡിയോ തന്നെയാണ് കേട്ടോ. കാരണം എനിക്കിടാൻ വേറെ വീഡിയോ ഒന്നുമില്ല. അപ്പം ഞാൻ എന്നെ വെച്ചിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാച്ചു. ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ആക്ച്വലി എൻ്റെ ബർത്ത് ഡേറ്റിനെ കുറിച്ച് വലിയൊരു രാജ്യാന്തര ചർച്ചയില്ല, വീട്ടുകാരുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ട്. കാരണം എൻ്റെ ബർത്ത് ഡേറ്റ് കുറച്ച് പ്രശ്നമുണ്ട്. സ്കൂളിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാ കൊല്ലവും എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനെ കുറിച്ച് ഡൗട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു, കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഗിഫ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗിഫ്റ്റ് കളക്ട് ചെയ്ത് ഷോ ഓഫ് ചെയ്യണ രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവർക്കും എല്ലാവർക്കും നമ്മുടെ ചുട്ടിയായ കാരണം അവർ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേന്ന് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തു. ആക്ച്വലി ഇന്നാണോ എന്ന് എനിക്കും ഡൗട്ടുണ്ട്. എന്നാലും ഞാനും വിചാരിച്ചു ഗിഫ്റ്റൊക്കെ കിട്ടണമെന്നല്ല ഇന്ന് തന്നെ ആഘോഷിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കാലത്തെ സംഗതികളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞപ്പം തന്ന 2 കുർത്തീസാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവൾ എനിക്കൊരു ലിപ്സ്റ്റിക്കും തന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എന്തിനാണ് തന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഒരിക്കലും ലിപ്സ്റ്റിക്ക് എൻ്റെ ചുണ്ടിൽ കിടക്കാറില്ല, എൻ്റെ വയറ്റിലെ കിടക്കാറ്. പിന്നെ അടുത്ത് വലിയൊരു ബോക്സ് കണ്ടു. ഞാൻ അത് കുറേ മാന്തിയൊക്കെ നോക്കി പൊളിക്കാനായിട്ട്. ഈ ബോക്സിൻ്റെ മുകളിലായിരുന്നു എനിക്ക് ഈവൻ കേക്ക് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധ മുഴുവൻ അതിലെന്താണെന്ന് അറിയാൻ. അപ്പോൾ എന്നെക്കൊണ്ട് അത് പിച്ചി മാന്തി പൊളിച്ചിട്ട് പറ്റാണ്ടായി. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആളെ ഇറക്കി. പുറത്തുനിന്നുള്ള ആൾ വന്നിട്ട് അത് പൊളിക്കാനായിട്ട് ശ്രമം നടത്തി. അവസാനം കത്തിയെടുത്ത് കുത്തി വലിച്ച് തുറന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞ പോലെ ഞാൻ വലിച്ച് പൊളിച്ചെടുത്തു. പിന്നെ ബാഹുബലിയിൽ ശിവലിംഗം എടുത്ത് പൊന്തിക്കണ പോലെ ഞാൻ ഒരു പൊന്തിക്കലൊക്കെ പൊന്തിച്ച് ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ചു. അതിൻ്റെ ഉള്ളിലായിരുന്നു സുഹൃത്തുക്കളെ ജ്യൂസർ കിട്ടിയ സന്തോഷത്തിൽ എൻ്റെ വക 2 വാക്ക്. അതിനുശേഷം എനിക്ക് ഉറപ്പായിരുന്നു ഞാനിത് എൻ്റെ വീട്ടിലെ കിച്ചൻ്റെ ഷെൽഫിൽ ഭദ്രമായിട്ട് വയ്ക്കുന്നു. അങ്ങനെ കണ്ണപ്പനോട് ആദ്യം ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ ബർത്ത്ഡേക്ക് ഇത്ര ഗിഫ്റ്റ് കിട്ടിയതിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു തിരിയൽ തിരിഞ്ഞു. നാട്ടുകാരുടെ അല്ല, വീട്ടുകാരുടെ അടുത്തേക്ക് പ്രസംഗത്തിന് വേണ്ടിയിട്ട്. എൻ്റെ തിരിയൽ കണ്ടോടുകൂടി എല്ലാവരും ജീവനും കൊണ്ടുവന്നിട്ട് ഓടി തോന്നുന്നുണ്ട്. മധുവേട്ടൻ തൻ്റെ ജോലിക്ക് പോകാനുള്ള സംഭവങ്ങൾ വേണ്ടിയിട്ട് ഷൂ പോളിഷ് ചെയ്ത് തുടങ്ങി. എൻ്റെ പ്രസംഗം കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല തോന്നുന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നുള്ള ഭാവത്തിൽ ഞാൻ ഓരോരോ ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ അടുത്ത് പോയി ഞാൻ എൻ്റെ നന്ദി പ്രസംഗം തുടർന്നു. നമ്മളെല്ലാവരോടും നന്ദി പറയേണ്ടത് നമ്മുടെ ഒരു മര്യാദയല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ ദുർഗ തലയേറ്റി വീഴുന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. എൻ്റെ കണ്ണപ്പനെ തന്നത് അപ്പുവായിരുന്നു, ദുർഗയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസംഗമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവളൊരു സെൽഫി സ്റ്റിക്കും തന്നു. അതിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. എനിക്ക് ആരെന്ത് തോന്നിയാലും വേണ്ടില്ല എന്നുള്ള ഭാവത്തിൽ രാഷ്ട്രീയക്കാർക്ക് മയക്ക് കിട്ടിയാൽ എങ്ങനെയായിരിക്കും, അതുപോലെ ഞാൻ അനസ്യൂതം എൻ്റെ തള്ളൽ തുടർന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ കേട്ട് എൻ്റെ കുഞ്ഞപ്പൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അവൾക്ക് സന്തോഷമായിക്കോട്ടെ. ഞാൻ വീണ്ടും എൻ്റെ കുർത്തീസ് കിട്ടിയതെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഷോ ഓഫ് ചെയ്തു. അതിനുശേഷം ഞാൻ അങ്ങനെ കുളിച്ച് സുന്ദരിയായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഞാൻ എന്നെ സുന്ദരി എന്നൊക്കെ സ്വന്തം വിളിക്കും, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ കാലത്തെ സെലിബ്രേഷൻ കഴിഞ്ഞു. ബൈ.